അപ്പോൾ നമ്മുടെ മറവി അവിടെയും വരാൻ പാടില്ല. നാം ബന്ധപ്പെട്ട് കത്തെഴുതി ജോലിയുള്ളവർ തന്നെ വേണ്ടതുപോലെ പ്രതികരിച്ചിട്ടില്ല എന്ന ഒരു അവസ്ഥയും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറന്നുപോകുന്നത്. അത് ഓർമ്മിപ്പിക്കലാണ്. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു ജോലിയൊക്കെ ലഭിച്ചിട്ടുണ്ട്, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ എന്ന് വിചാരിക്കും. അത് കുറേശ്ശെ നാം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി സ്കോളർഷിപ്പ് ലഭിച്ചത് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ഒരു സാമ്പത്തിക, അത് ഇന്നാളെന്നോട് പറഞ്ഞു, എന്നിട്ട് ഞാൻ അവിടെ പോയി ഫോമൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അതിൻ്റെ പിന്നിൽ നാം ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം ഉണ്ടായത് കൊണ്ടാണ് ആ ആൾക്കിത് പറഞ്ഞു തരാനുള്ള മനസ്സുണ്ടാക്കിയെടുത്ത് പഠിച്ചവനാണ്. എൻ്റെ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുത്തത് അള്ളാഹു നിശ്ചയിച്ചതാണ്. എന്നിട്ട് ആ ആളോട് മുഖേന പറഞ്ഞു, അയാൾ മറ്റാളോട് പറഞ്ഞു, ഫോം കൊടുത്തു, അതിവിടെ വന്നു പരിശോധിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഈ കുട്ടി കൊടുക്കണമെന്ന മനസ്സ് ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാക്കി അങ്ങനെ വന്നതാണ്. അതല്ലാതെ നമ്മുടെ ഒരു കഴിവ് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ നന്നായി ഉത്തരം പറഞ്ഞത് കൊണ്ടോ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരോട് നന്നായി ഉത്തരം പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയതെന്ന് ആരും ധരിക്കില്ല. അങ്ങനെ ഉത്തരം പറയാനുള്ള കഴിവ് നാവിന് ശക്തിപ്പെടുത്തത് പടച്ചവനാണ്. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കണമെന്ന ചിന്ത വെച്ചത് പടച്ചവനാണ്. പടച്ച തമ്പുരാന്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാറ്റിലുമുപരി അള്ളാഹുവിനെ നമ്മൾ ഏത് സമയത്ത് എപ്പോഴും ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് പ്രവർത്തനവും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നാം പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനിഷ്ടം, അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു കാര്യവും എത്ര തന്നെ ലാഭമുള്ളതാണെങ്കിൽ പോലും ഇച്ഛാശക്തിയോട് കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തു കൊടുക്കും, അള്ളാഹുവിനെ ഒരു നിലക്കും മറക്കാതെ അങ്ങനെ മുന്നോട്ട് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവി ശോഭനമാവുള്ളൂ. ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്. ഞങ്ങളോട് പറഞ്ഞല്ലോ, റിട്ടയറായതിനു ശേഷം വിദ്യാഭ്യാസം എപ്പോഴാണ് ജീവിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എത്ര വർഷം, ഒരു 10-15-20 വർഷം വരെ കുട്ടിപ്രായമായിരുന്നു, 10-15-18 വയസ്സ് വരെ. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 15 വർഷമോ 20 വർഷമൊക്കെ ഒരു ഉഷാറായിട്ട് പോകുന്നു. അതെന്നെ എവിടെ പറയാൻ കഴിയില്ല. ഇത് വളരെ നശ്വരമാണ്, നശിച്ചു പോകുന്നു. വളരെ ചുരുങ്ങിയ കാലഘട്ടം. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊന്നും കഴിഞ്ഞിട്ട് നിങ്ങളും കുടുംബത്തിലേക്ക് വന്നു, എല്ലാം കഴിച്ചിങ്ങനെ പോയി മുന്നോട്ട് കുടുംബമായി, പിന്നെ വാർദ്ധക്യമായി, കുറച്ച് നേരത്തെ തലനേറ്റി പ്രായമായിട്ട് അങ്ങനെ തീർന്നൊരവസ്ഥയാണ്. ആയുധത്തിൽ കിട്ടാണ്. അല്ലാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ പത്രം വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആയുധത്തിൻ്റെ അറ്റം പറയാൻ പറ്റില്ല. അത്രയും ദുരിതമാണ്, അത്രയും പ്രശ്നങ്ങൾ സങ്കീർണമാണ് നമ്മൾ, അല്ലേ? ധൈര്യപൂർവ്വം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത. അപ്പോൾ എപ്പോഴാണ് അന്ത്യം? ആ അന്ത്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ്റെ തുടക്കമാണല്ലോ. അവിടെയാണല്ലോ ശാശ്വതമായ സ്വർഗം. എന്നാത്തിൽ പടച്ചവനെ തന്നെ